അടുത്തത് വൃശ്ചികം രാശിയാണ്, സ്കോർപ്പിയോ. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. അവരുടെ ലഗ്നത്തിൽ ചൊവ്വയും ബുധനും ഉണ്ട്. സൂര്യൻ ശുക്രന്മാർ 12-ാം ഭാവത്തിലും 9-ൽ വ്യാഴവും 4-ൽ സർപ്പിയും അതായത് രാഹുവും 5-ൽ ശനിയും 10-ൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. കുജൻ സ്വക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ഊർജ്ജസ്വലത ഇവർക്ക് കുറച്ച് കൂടും. വളരെ വർദ്ധിച്ച ഉത്സാഹത്തോടു കൂടി അവരേറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. എന്നാൽ അവർക്ക് ഈ കാലത്ത് മുൻകോപം കുറച്ച് കൂടുതലായിരിക്കും. അത് നിയന്ത്രിക്കേണ്ടതാണ്. അത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള ചില ശത്രുതകളോ എതിർപ്പുകളോ ഒക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ, ജോലിയിലോ അല്ലെങ്കിൽ കരിയറിൽ, പ്രൊഫഷണൽ, ബിസിനസ് മുതലായ കാര്യങ്ങളിലൊക്കെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ സമയം അനുകൂലമാണ്. ധനപരമായിട്ട് ചിലവ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ വിദേശ ബന്ധങ്ങൾ ഉള്ളവർക്ക് അഥവാ അത് നടത്തുന്ന വിദേശപരമായ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുണ്ടാകുന്ന ധനലാഭം ഉണ്ടാവുന്നതാണ്. എക്സ്പോർട്ട് ബിസിനസ് മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലം.